അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സമീറയും ഉസ്താദും മക്കളെയും കൊണ്ട് പോയി. ഐഷുമ്മ ഒരു നിമിഷം വിചാരിച്ചു, എൻ്റെ റബ്ബേ, നമ്മൾ നല്ലോ നോക്കണോല് ഒരിക്കലും നമുക്ക് ഇങ്ങോട്ടൊരു ഉപകാരത്തിനും കിട്ടൂല. അതെ, ഇങ്ങനെയുള്ള റ്റിങ്ങളെ നോക്കിയാൽ ഓൾക്ക് എന്നെ നന്ദിയെങ്കിലും ഉണ്ടാവും. റബ്ബേ പഠിച്ചോനെ, എൻ്റെ കുട്ടികളെ മൂന്നെണ്ണത്തിന് ഓൾ കൊണ്ടേക്കുന്നു. പഠിച്ചോനെ, ഓൾക്ക് നീ ആരോഗ്യം കൊടുക്ക്. എന്നാൽ സമീറയും ഉസ്താദും മക്കളും കൂടെ പോകുകയാണ്. എന്നാൽ സമീർ ഉസ്താദിനോടായി പറയുന്നു, ഇക്ക. എന്തടി? അതെ, പിന്നുണ്ടല്ലോ, മാഷാ അല്ലാ, എനിക്ക് എന്തെന്നറിയില്ല, വല്ലാത്ത സന്തോഷം. മൂന്ന് മക്കൾ നമുക്ക് അള്ളാഹു നൽകിയ പോലെയാണ് തോന്നുന്നത്. സത്യമായിട്ടും മക്കളുണ്ടാകുക എന്ന് പറഞ്ഞാൽ എത്ര ഭാഗ്യമല്ലേ ഇക്ക. അതെ, ഇൻഷാ അല്ലാ, അതൊക്കെ വല്ലാത്ത ഭാഗ്യം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കൾ നൽകുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണത്. ഇക്ക, എന്താ എന്താ നീ ഇങ്ങനെ പറയുന്നത്? എന്നാലും എനിക്ക് മക്കളില്ലെങ്കിലും മക്കളെ നോക്കാനെങ്കിലുള്ള ഭാഗ്യം കിട്ടിയല്ലോ ഇക്ക. ആ, ഇൻഷാ അല്ലാ, അള്ളാഹുവിനോട് നീ ദുആ ചെയ്യ്. ഇൻഷാ അല്ലാ, വൈകാതെ തന്നെ നമുക്കും. ഇക്ക, എന്തായാലും ഐഷു, അതേപോലെ നവാസ്ഖാൻ്റെ മക്കള്, ഇവരൊക്കെ കൂടെ കഴിയാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. അതന്നെ വലിയൊരു റാഹത്ത് കേട്ടോ. പടച്ച റബ്ബ് എത്ര കാരുണ്യവാനല്ലേ. അത് ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ ഒരുപാട് കൊതിച്ചിരുന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വാരി കോരി തന്ന പോലെയാണ്. സത്യമായിട്ടും എനിക്ക് എൻ്റെ ഐഷുവിനെ കിട്ടി. ഇപ്പം നവാസ്ഖാൻ്റെ മക്കളും എൻ്റെ കൂടെ പോന്നു. മാഷാ അല്ലാ, അത് തന്നെ വല്ലാത്തൊരു സന്തോഷം തന്നെ. അതെ, മക്കളെന്ന് വെച്ചാൽ സമീറക്ക് ജീവനാണ്. അതെ, അവൾക്ക് ഇതുവരെയായിട്ട് അള്ളാഹു നൽകാത്തത് ഇപ്പോഴിതാ പല മക്കളായിട്ട് അള്ളാഹു നൽകിയിട്ടുണ്ട്. എങ്കിലും അവളോട് എല്ലാവർക്കും വലിയ സ്നേഹം തന്നെയാണ്. എന്നാൽ അവർ ഫ്ലാറ്റിലെത്തി. മക്കൾ കളിച്ചോടി, മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉമ്മച്ചി ഉണ്ടാക്കി തരാട്ടോ. എന്താ വേണ്ടത് എൻ്റെ കുട്ടികൾക്ക്? എന്താ വേണ്ടത്? എനിക്ക് അപ്പം വേണം. അപ്പോൾ എന്തപ്പം വേണ്ടത്? കലത്തപ്പം വേണോ, നെയ്യപ്പം വേണോ, പഴംപൊരി വേണോ, എന്താ വേണ്ടത്? എനിക്ക് നെയ്യപ്പം. എന്നാൽ മോൾ അതായിരുന്നു പറഞ്ഞത്. എന്നാൽ മോന് മറ്റൊരപ്പത്തിൻ്റെ പേരായിരുന്നു. എൻ്റെ റബ്ബേ, നിങ്ങൾക്ക് എന്താ വേണ്ടത് ശരിക്കും പറയ്. എന്തും ഉമ്മച്ചി ഉണ്ടാക്കി തരാട്ടോ. നല്ല മക്കളല്ലേ, നല്ല മക്കളായിട്ട് കളിക്കണം കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ മാത്രമായിരിക്കും ഇവിടെ. ഞാനും ഐഷുവും അതുപോലെ മോളും മോനൂസും അല്ലേ? മോനൂസേ, ഉമ്മച്ചിൻ്റെ കുട്ടിയല്ലേ, നല്ല കുട്ടിയാണ് കേട്ടോ. മോനൂസും ഐഷും മോളും ഒക്കെ കേട്ടോ. ഇന്നുണ്ടല്ലോ, പിന്നെ ഉപ്പച്ചി പ്രഭാഷണത്തിന് പോവാണ്. ഇന്ന് പ്രഭാഷണമുള്ള ദിവസമാണ്. അപ്പം നമ്മൾ ഒറ്റക്കായിരിക്കും. ഷമി, എന്തേക്ക? നിനക്ക് പേടിയാവോ? പേടിയോ? എന്തേക്ക മക്കളുണ്ടായ പേടി? ഒരു പേടി എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ അല്ലിക്ക, ഇക്കാൻ്റെത് ലൈവിൽ കിട്ടൂലേ? പിന്നെ കിട്ടാതെ, അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. ആയിക്കോട്ടെ, സന്തോഷം. എന്നാൽ പിന്നെ എനിക്ക് മക്കളെ നോക്കി അതൊക്കെ കേട്ടുകൊണ്ടിരിക്കാലോ അല്ലേ? എൻ്റെ ഇക്ക, ഇന്നത്തെ വിഷയം എന്താ? ഇന്നത്തെ വിഷയം, അതെ, നീ പറഞ്ഞതുപോലെ ഒരു ഉമ്മയാകാൻ ആഗ്രഹിക്കുന്ന നിൻ്റെ മനസ്സ് അല്ലേ? പക്ഷെ ഉമ്മയായി കഴിഞ്ഞാൽ അവരോടുള്ള ആ ഒരു കാര്യങ്ങൾ കുറച്ച്, അതാണ് ഇന്നത്തെ വിഷയം. അതെ, എനിക്കുമ്മല്ല, നിനക്കുമ്മല്ല, ഐഷുവിനുമ്മല്ല. ഉമ്മ എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ? ആണോ? അത് കേട്ടപ്പോൾ തന്നെ സമീറ വിതുമ്പി കരഞ്ഞു. ഇക്ക, ശരിയാണ്, ഉമ്മ ഇല്ലെങ്കിൽ. പക്ഷെ പകരമായി എനിക്കൊരു ഉമ്മയെ അള്ളാഹു നൽകിയിട്ടുണ്ട്, നമ്മുടെ ഐഷുമ്മ. അതെ സമേ, സത്യമായിട്ടും ഉമ്മയ്ക്ക് പകരം അതെ ഒരു ഉമ്മയെ അള്ളാഹു നമുക്ക് ഇറക്കി തന്നിട്ടുണ്ട് അല്ലേ? എന്നാൽ ശരി, നീ മക്കൾ നോക്ക്, ഞാൻ പോട്ടെട്ടോ, സമയമായി തുടങ്ങി. അങ്ങനെ അതാ ഉസ്താദ് ഫ്രഷായി പുതിയ വെള്ള വസ്ത്രം ധരിച്ചു, മനോഹരമായ തലയിൽ കെട്ടി അതാ നല്ല രീതിയിൽ അത്തറ് പുരട്ടി സെമിയുടെ അരികിലേക്കെത്തി. സെമി, പോയിട്ട് വരാട്ടോ. മക്കളെ, ഐഷു
മോനോസ്, മോളു, പോയിട്ട് വരാട്ടോ ഉപ്പച്ചി. നല്ല മക്കളായിട്ട് ഇവിടെ കഴിക്കണം കേട്ടോ. എല്ലാവർക്കും ഓരോ ചുംബനം നൽകി. സെമീറയും അത് നോക്കി നിന്നു. സെമി, എന്താ? ഉം? അവൾ നോക്കുന്നത് ഉസ്താദ് ശരിക്കും കണ്ടു. അള്ളാഹുവിൻ്റെ റസൂല് ഒരു കാര്യം ചെയ്തിരുന്നു. എന്താണെന്നറിയോ? എന്തേക്ക? പതിവായി പുറത്തു പോകുന്ന സമയത്ത് ഭാര്യമാർക്ക് ചുംബനം നൽകാറുണ്ടായിരുന്നു. അതെ, അത് വളരെയധികം സുന്നത്തുള്ളൊരു കാര്യമാണ്. എന്താ? അവൾ ഒരു നിമിഷം മാറി നിന്നോ. അല്ലോ, മക്കള്. എന്താ? മക്കൾ കളിക്കട്ടെ. സെമി, ഇൻഷാ അല്ലാ പോയിട്ട് വരാട്ടോ. ക്ലാസ്സൊക്കെ കേട്ടോട്ടോ. പിന്നെ എന്നാ ശരി. അങ്ങനെ അതാ ഉസ്താദ് സമീറയോട് സലാം പറഞ്ഞു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദ് പോകുന്നത് സമീറ നോക്കി നിന്നു. അങ്ങനെ അതാ ആ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ അതാ ആ വെള്ള വസ്ത്രം ധരിച്ച അദ്ദേഹം പോകുന്ന ഒരു മനോഹരമായ കാഴ്ച അവൾ നോക്കിയെന്നു. ഒരു നിമിഷം അവൾ പടച്ചറബിനെ സ്തുതിച്ചിട്ട് പറഞ്ഞു, റബ്ബേ, അല്ലാ, പഠിച്ചോനെ, അൽഹംദുലില്ലാ, അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യ റഹ്മാനെ, ആമീൻ. മനോഹരമായ ആ ഒരു ബാങ്കുലി പള്ളിയിൽ നിന്ന് കേട്ടു. സമീറ അത് ശ്രദ്ധിച്ച് കേട്ട് അതിന് ജവാബ് ചൊല്ലി, അല്ലാ റഹ്മാനെ, എൻ്റെ ജീവൻ്റെ പാതിയാണല്ലോ റഹ്മാനെ. അത് അവൾ നിസ്കരിച്ചു. നിസ്കാരപ്പായലിരുന്ന് ഒരുപാട് ദുആ ചെയ്തു. ദിക്റുകൾ, സ്വലാത്തുകൾ ചൊല്ലി. മക്കൾ അവിടെ നല്ല കളിയിലാണ്. അല്ലാ, മക്കൾക്ക് ഫുഡ് കൊടുക്കട്ടെ. എന്നാൽ തൻ്റെ ഉസ്താദ് പറഞ്ഞ സ്ഥിരമായി മഗ്‌രിബിന് ശേഷം ഓതുവാൻ പറഞ്ഞ ആ ഒരു 5 സൂറത്ത് അത് ഓതണം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് ഉണ്ട്. മക്കളെ നോക്കണം. അപ്പോഴേക്കും മക്കൾക്ക് അവൾ നല്ല ചൂടുള്ള ദോശയുണ്ടാക്കി കൊടുത്തു. അത് 3 പേർക്കുമായി അത് വാരിക്കൊടുക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മക്കളെ, നിങ്ങളെ ഉമ്മച്ചിയാണ് കേട്ടോ ഞാൻ. ആണോ? എന്നാൽ മോളുവിൻ്റെ ആ ഒരു ചോദ്യം കേട്ട് ശരിക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മക്കളെ, എനിക്ക് മക്കളില്ലല്ലോ, നിങ്ങളല്ല എൻ്റെ മക്കൾ. നിങ്ങൾ 3 പേരുടെ മക്കളാട്ടോ. സ്നേഹത്തോടെ സമീർ അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഓരോ കഥകൾ പറഞ്ഞു കൊടുത്തു. അതെ, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥ. അതെ, മാതാവും പിതാവും ഇല്ലാതിരുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ദയനീയമായ കഥ. മക്കളെ, ഉപ്പയില്ലാതെ വളർന്നതായിരുന്നു അതെ നമ്മുടെ മുത്ത് ഹബീബ്. അങ്ങനെ ഉപ്പയുടെ കബറിടം കാണുവാൻ വേണ്ടിയിട്ട് അത് ഉമ്മയെ കൂട്ടി പോകുകയാണ്. ഉമ്മയും അതുപോലെ ഉമ്മയുടെ കൂടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടുണ്ടല്ലോ, അവർ ഉപ്പയുടെ ഖബറൊക്കെ സിയാറത്ത് ചെയ്ത് തിരിച്ചു പോന്നു. ആ, തിരിച്ചു പോന്നോ? ആ, തിരിച്ചു പോന്നു. കാരണം ഉപ്പയെ കണ്ടിട്ടില്ലല്ലോ നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ തിരിച്ചു പോരുന്ന വഴിയിൽ വെച്ചിട്ടേ ഉമ്മ, നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് യാത്രയായി. ഉമ്മച്ചി മരിച്ചോ? ആ മോളെ, വഫാത്തായി. പാവം ഉമ്മയും ഉപ്പയും ഇല്ലാത്ത അനാഥമായ ആ ഒരു കുട്ടി പാവം ഒരുപാട് കരഞ്ഞു. അത് ഉമ്മയുടെ മയ്യത്തിൻ്റെ പുറത്ത് നിന്ന് വേർപെടുത്താൻ അത് ഉമ്മു ഐമൻ എന്നുള്ള ആ ഒരു സ്ത്രീ ഒരുപാട് കഷ്ടപ്പെട്ടു. അത് ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അത് കേട്ടപ്പോൾ ആ മക്കൾക്കെല്ലാം സങ്കടമായി. അതെ മക്കളെ, അങ്ങനെ നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരും ഇല്ലാതായി. പാവമായിരുന്നു, അനാഥനായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് നല്ല ഇഷ്ടമായിരുന്നു നമ്മുടെ മുത്ത് ഹബീബിനെ. അത് അൽ അമീൻ എന്ന് പേര് കിട്ടി. കാരണം എന്താ? സത്യം മാത്രം പറയുന്ന കുട്ടിയായിരുന്നു നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ മക്കളൊക്കെ സത്യം മാത്രമേ പറയാവൂ കേട്ടോ. നല്ല മക്കളായി വളരണം കേട്ടോ 3 പേരും. ഒന്ന് ഉമ്മച്ചി ഇല്ലെങ്കിലും ഉമ്മച്ചിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ മക്കൾ അതൊക്കെ ഓർക്കണം കേട്ടോ. അവരാണ് പിന്നീട് നമ്മുടെ പ്രവാചകനായ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയി മാറിയത്. അത് പാവം അനാഥമായ കുട്ടികളായിരുന്നു. ശരിക്കും
സെമീറ ആ കഥ പറയുമ്പോൾ, കാരണം അവരുടെ 3 പേരുടെയും അവസ്ഥ ആ ഒരു ഘട്ടത്തിലൂടെ കഴിഞ്ഞു പോയതായിരുന്നു. ഉമ്മയില്ലാത്ത മക്കളായി കുറച്ച് ദിവസം നവാസിൻ്റെ മക്കളും. എന്നാൽ നമ്മുടെ ഐഷുവും ജീവിച്ചതാണ്. അവർക്കതിൻ്റെ വേദന അറിയാം. എങ്കിലും മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത്, നല്ല കഥകളെല്ലാം പറഞ്ഞു കൊടുത്ത് അവൾ ഭക്ഷണമെല്ലാം കഴിപ്പിച്ചു. അപ്പോൾ നമുക്കൊക്കെ സ്വർഗത്തിൽ കിടക്കാലേ? ഐഷുവിൻ്റെ ചോദ്യം. അതെ, നമ്മൾ അതിനു വേണ്ടി മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലേ ധാരാളം സ്വലാത്തുകൾ ചെല്ലണം കേട്ടോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ചെല്ലണം കേട്ടോ. നല്ല മക്കളെ വളരണം കേട്ടോ. ഞാൻ ചെല്ലാറുണ്ട്. ഐഷു പറഞ്ഞു, എൻ്റെ ഉപ്പച്ചി ഒന്നും പറഞ്ഞു തരാണ്ടെങ്കിൽ സ്വലാത്ത് ചെല്ലണമെന്ന്. ഓ, എൻ്റെ ഐഷു ഈ ഒരു ടീച്ചർ തന്നെയാണല്ലോ. എന്നാൽ പിന്നെ ഐഷു നിങ്ങൾ പഠിപ്പിച്ചോളൂ മക്കളെ. ഉമ്മച്ചി മതി. ആ, ഉപ്പച്ചിൻ്റെ ക്ലാസ്. അതെ, ഐഷു അപ്പോഴേക്കും അത് ഓർമ്മിപ്പിച്ചു. മക്കൾക്കെല്ലാം ഭക്ഷണം കൊടുത്ത് അവരെ വീണ്ടും കളിക്കാൻ വിട്ടു. മക്കളെ, കുറച്ച് കളിക്കട്ടോ, പിന്നെ ഉറങ്ങണം കേട്ടോ. നല്ല രീതിയിൽ താരാട്ട് പാട്ടൊക്കെ പാടി തന്നെ ഉറക്കൂട്ടോ 3 പേരെയും. എന്നാൽ അപ്പോഴേക്കും അതാ നമ്മുടെ ഉസ്താദിൻ്റെ ക്ലാസ് തുടങ്ങി. അതെ, അവൾ ലൈവ് ഓൺ ചെയ്തു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അതാ സ്റ്റേജിൽ കയറി അതാ മൈക്കിയുടെ അരികിലേക്ക് വരുന്ന ആ മനോഹരമായ രംഗമാണ് അവൾ കണ്ടത്. അങ്ങനെ ഉസ്താദ് അതാ വേദിയിലെത്തി. അതെ, വേദിയാകെ നിറഞ്ഞു തുളുമ്പിയിരിക്കുന്നു. നമ്മുടെ ഐഷുമ്മയും എല്ലാവരും അതാ അവിടെ എത്തിയിരിക്കുന്നു. പതിവ് പോലെ സദസ്സ് നിറഞ്ഞു തുളുമ്പിയിരിക്കുന്നു. അതെ, 2 ദിവസമായിട്ട് ഉസ്താദിനെ കാണാനില്ലായിട്ട് ഒരുപാട് ആളുകളാണ് അന്വേഷിക്കുന്നത്. ഉസ്താദ് വേദിയിലേക്ക് കടന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ സ്നേഹം നിറഞ്ഞ ഉപ്പമാരെ, പെങ്ങന്മാരെ, അനിയൻ അനുജത്തിമാരെ, സദസ്സിലിരിക്കുന്ന എൻ്റെ കൊച്ചു കുട്ടികളെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ഒരിക്കൽ കൂടി. എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അതെ, നമ്മൾ എന്തൊരു കാര്യം കേൾക്കുകയാണെങ്കിലും അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കണം. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഒരുപാട് കത്തുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ ഞങ്ങളത് ചെയ്യാൻ തുടങ്ങി, ഞങ്ങൾ മിണ്ടാത്തവരോട് മിണ്ടാൻ തുടങ്ങി, ഞങ്ങൾ നല്ല രീതിയിലായി തുടങ്ങി. എളാപ്പ മൂത്താപ്പ വർഷങ്ങളായി തെറ്റിലായിരുന്നു. അതുപോലെ തന്നെ ജ്യേഷ്ഠത്തി അനിയത്തിമാർ, അങ്ങനെ അയൽവാസികൾ തമ്മിൽ വർഷങ്ങളായിട്ട് മിണ്ടാതെ നടക്കുകയായിരുന്നു. ഒരു സ്ഥലത്തിൻ്റെ പേരിൽ, റോഡിന് സ്ഥലം ചോദിച്ചതിൻ്റെ പേരിൽ, അതെടുത്തതിൻ്റെ പേരിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നാൽ അൽഹംദുലില്ലാഹ് ഉസ്താദ് ഞങ്ങൾ ക്ലാസ് കേട്ടിട്ട് ഒരുപാട് ഞങ്ങൾ പരസ്പരം സലാം പറഞ്ഞ് ഞങ്ങൾ നന്നായി ഉസ്താദേ എന്ന് പറഞ്ഞ എഴുത്തുകൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു അസിസ്റ്റൻറ്റിനെ വെച്ചതായിരുന്നു വായിപ്പിക്കാൻ. കാരണം ഒന്നായിട്ട് എനിക്ക് വായിക്കാൻ കഴിയുന്നതല്ലായിരുന്നു. അതെ, നമുക്ക് അള്ളാഹു നൽകിയ ആ ഒരു പരിമിതികളുണ്ടല്ലോ, അതിനനുസരിച്ചല്ലേ. എങ്കിലും എല്ലാവരും അത് ഇങ്ങനെ എനിക്ക് അസിസ്റ്റൻറ്റിനെ വെച്ചതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങളൊക്കെ അനുസരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതെ, നമ്മളെല്ലാം ദീനിയായ രീതിയിൽ ജീവിച്ച് നമ്മൾ ജീവിതത്തിൽ പകർത്തണം. അതാണ് വേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് നമ്മുടെ വിഷയം ഉമ്മ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അല്ലാഹു ഈ ഭൂമിയിലേക്ക് പ്രവേശനം നൽകിയത് ഉമ്മയിലൂടെയാണ് അല്ലേ? ഉപ്പയുണ്ട്, ശരിയാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ആരോടാന്ന് ചോദിക്കുമ്പോൾ 3 പ്രാവശ്യം ആദ്യം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നിൻ്റെ ഉമ്മയോട്, വീണ്ടും നിൻ്റെ ഉമ്മയോട്, വീണ്ടും നിന്നെ ഉമ്മയോട്, 4മതായിട്ട് നിൻ്റെ പിതാവിനോട്. ഉമ്മയോടുള്ള കടപ്പാടെന്ന് വെച്ചാൽ അങ്ങനെയാണ്. അവർ നമ്മളെ ഗർഭം ചുമന്ന് പ്രസവിച്ച് മുലയൂട്ടി നമ്മളെ വളർത്തി വലുതാക്കുന്നത് അവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ആൾക്കാരാരാ നിങ്ങൾക്കറിയോ? ആരാ അറിയോ? അതെ, ഉമ്മയെ നോക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ, അവർക്കാണ് പ്രതിഫലം കിട്ടുക. വളരെയധികം കൂലിയുള്ള കാര്യമാണ്. ശരിയാണ്, വയസ്സായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഞങ്ങളെക്കൊണ്ട് നോക്കാൻ കഴിയൂലേ? അത് അവിടെ കിടന്ന് നരകിച്ച് ഇതാകണം, എന്നെക്കൊണ്ട് കഴിയൂല അതിന് നോക്കാൻ
എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും അവരെ തള്ളി പറയരുത്. എത്രമാത്രം നമ്മൾ അവരെ നോക്കുന്നു അതിനനുസരിച്ച് നമുക്ക് അള്ളാഹു ഇങ്ങനെ പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കുക. നല്ല ഭാഗ്യമാണ് ഉമ്മയുള്ള സ്ഥലം സ്വർഗം എന്നാ ആണല്ലേ. ഉമ്മയെ നോക്കുന്നവർക്ക് സ്വർഗമുണ്ട്. അതെ, അത് എങ്ങനെയൊക്കെ തന്നെയല്ല ഉമ്മയെ സംരക്ഷിക്കുക. നമ്മൾ ഉമ്മയെ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ സ്വർഗം കിട്ടും. അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ കഅബ, ഖുർആൻ, ഉമ്മ, ആ 3 സ്ഥലത്തേക്ക് നോക്കിയാലും നമുക്ക് പ്രതിഫലമുള്ള കാര്യമാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാണ്. എന്നാൽ ഉമ്മയെ സംരക്ഷിക്കുക, ഉമ്മയെ നോക്കിക്കഴിഞ്ഞാൽ ഉമ്മയെ നമ്മുടെ കൂടെ നിർത്തുക. അവർ കുറച്ച് കാലം അവരുണ്ടാവുള്ളല്ലോ, മരിക്കോളം നമ്മൾ അവരെ സംരക്ഷിച്ച് കഴിഞ്ഞാലേ അത് വല്ലാത്തൊരു പ്രതിഫലം തന്നെയാണ് കേട്ടോ. അത് നമ്മൾ കഴിയുന്നത് ഉമ്മമാരെ നോക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മളടുത്ത് കൊണ്ടുവന്ന് നിർത്തണം. വേറെ പോയ മക്കളായിരിക്കും. ഉമ്മയെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മളവരെ സംരക്ഷിക്കണം. അങ്ങനെ കഴിഞ്ഞാൽ അവിടെ സ്വർഗമാണ്. ഉമ്മയുള്ളിടം സ്വർഗമാണ്. അതാണ്. അപ്പം നമ്മൾ എന്ത് വേണം? നല്ല രീതിയിൽ ഉമ്മമാരെ നോക്കണം. ഒരിക്കൽ പോലും അവരെന്തൊക്കെ തന്നെ ചീത്ത പറഞ്ഞാലും തിരിച്ച് നമ്മൾ അങ്ങോട്ട് ഒരു വാക്ക് എന്നൊരു വാക്ക് പോലും പറയരുത്. നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടല്ലേ? അങ്ങനെ ഒരു വാക്ക് തിരിച്ച് നമ്മൾ പറയരുത് കേട്ടോ. ഉമ്മമാരൊരു പക്ഷേ ചീത്ത പറയും, വേദനിപ്പിക്കും, പക്ഷേ തിരിച്ച് പറയരുത്. തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സെങ്ങാനും വേദനിച്ച് ഒരു തുള്ളി കണ്ണുനീർ അവരുടെ കണ്ണിൽ നിന്നെങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ പോയി മക്കളെ, ദുനിയാവിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. അങ്ങനെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ പറയാന്ന് വെച്ചാൽ, എന്തെങ്കിലും അവരോട് നമുക്ക് എന്തെങ്കിലും രീതിയിൽ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പൊരുത്തപ്പെടിപ്പിക്കുക. അതെ, ഉമ്മ തെറ്റ് പറ്റിപ്പോയി, ഉമ്മ ഞങ്ങളോട് അന്ന് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ലേ, ഉമ്മ എനിക്ക് പുറത്തു തരണം, ഉമ്മാൻ്റെ ദുആ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല ഉമ്മ. അതെ, ഉമ്മയുടെ ദുആ, അതെ അതൊരു ഭാഗ്യമാണ്. ഈ വിനീതിന് ഉമ്മയില്ലാത്തവനാണ്. എന്നാൽ ഈ വിനീതൻ്റെ കുഞ്ഞുമോൾ, അവൾ ഉമ്മയില്ലാത്തതാണ്. ചെറുപ്പം മുതലേ നഷ്ടപ്പെട്ടതാണ് എൻ്റെ കുട്ടിക്കും എൻ്റെ കുട്ടിയുടെ ഉമ്മയെ. അതെ, ശരിക്കും കണ്ടിട്ടില്ല. ഒരു വയസ്സായപ്പോൾ ആ കുഞ്ഞിനെ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് അവൾ പോയി അള്ളാഹുവിൻ്റെ അരികിലേക്ക്. എൻ്റെ കുഞ്ഞ് അന്ന് മുതൽ ഉമ്മയില്ലാത്ത കുഞ്ഞാണ്. എന്നാൽ അൽഹംദുലില്ലാ, മാഷാ അല്ലാ, എൻ്റെ കുഞ്ഞിന് 3 വയസ്സാണിപ്പോൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കണ്ടറിഞ്ഞൊരു ഭാര്യയെ തന്നിരിക്കുന്നു. അതെ, എനിക്കെൻ്റെ കുഞ്ഞിനെ വളരെയധികം സ്നേഹിക്കുന്ന, ഉമ്മയുടെ സ്ഥാനത്ത് സ്നേഹിക്കുന്നൊരു ഉമ്മയെ, അതായത് എൻ്റെ കുഞ്ഞിനൊരു ഉമ്മയെ അള്ളാഹു നൽകിയിരിക്കുന്നു, എൻ്റെ ഭാര്യ. അതെ, പലരെയും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് നിക്കാഹിന് അല്ലേ. അൽഹംദുലില്ലാ, മാഷാ അല്ലാ, സ്നേഹം എന്നും നിലനിർത്തി തരണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കേട്ട പലരും കരഞ്ഞു പോയി. അതെ, പലരുടെ ഇടയിലും സംസാരം. അതെ, നല്ലൊരു പെണ്ണാണത്രേ, ആ പെണ്ണ് ആണത്രേ കുട്ടിയെ നല്ല രീതിയിൽ നോക്കുന്നത്, നല്ല സ്നേഹമുള്ള പെണ്ണാണത്രേ. പലരും. ഉസ്താദ് കണ്ണുകൾ തുടച്ചിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി. എൻ്റെ പിഞ്ചു കുഞ്ഞിനെ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് അവളങ്ങ് മറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. പടച്ച റബ്ബിനോട് ഞാൻ കരഞ്ഞ് ദുആ ചെയ്തു, റഹ്മാനെ, എൻ്റെ ഭാര്യയ്ക്ക് നീ ഒരു സ്വർഗീയ ആരാമം നൽകണേ അല്ലാ എന്ന് പറഞ്ഞിട്ടാണ് ആ ഖബറിലേക്ക് എൻ്റെ പെണ്ണിൻ്റെ മയ്യത്ത് വെക്കുന്നതിന് മുമ്പ് കഫൻ പുടവയിലേക്ക് എൻ്റെ കണ്ണുനീർ തുള്ളികൾ ഒറ്റി വീണപ്പോൾ, അതെ, അവിടെ കൂടി നിന്നവരെല്ലാവരും കരഞ്ഞിട്ടുണ്ടാവും. കാരണം എൻ്റെ പെണ്ണിൻ്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നില്ല. ഒരു കുഞ്ഞിനെ തന്നിട്ട് ഓള് പോയി. എൻ്റെ ഉമ്മയില്ലാത്ത കുഞ്ഞിൻ്റെ വേദന, അതെ, അതെനിക്കറിയാം എന്താണെന്ന്. അല്ലാ, നമ്മൾ ഉമ്മമാരെ നഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ഇത് വല്ലാത്ത വേദന തന്നെയാണ്. എൻ്റെ ഉമ്മ നഷ്ടപ്പെട്ടതാണ്, എൻ്റെ കുഞ്ഞിൻ്റെ ഉമ്മയും. പലരുടെയും ഉമ്മമാർ നഷ്ടപ്പെട്ടതാണ് ഈ കൂട്ടത്തിൽ അല്ലേ. ആർക്കും ഉമ്മ അധികം ആൾക്കും ഉണ്ടാവില്ല. പക്ഷേ ഉമ്മമാരെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനാണ് ശരിക്ക് അനാഥത്വം വഹിക്കുന്നത്. ശരിക്കും ഉപ്പമാർ മാത്രമല്ല കേട്ടോ നഷ്ടപ്പെട്ടാൽ യത്തീമക്കളാകുന്നത്. ഉമ്മ കൂടി നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ വേദന അറിയുന്നത്. അത് പല മക്കളും, ഉമ്മയില്ലാത്ത മക്കൾ, വേദന അനുഭവിച്ച് കഴിയുന്ന മക്കളുണ്ട് ഒരുപാട്.
അവരെ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കണം. അവരെ നമ്മൾ ഒരിക്കലും പ്രയാസപ്പെടുത്തരുത്. ദുഃഖം അവർക്ക് കൊടുക്കരുത്. അവർ ആ വേദനയിൽ വളർന്ന മക്കളാണ്. നമ്മൾ ഏത് എത്തിയ മക്കളെ കാണുകയാണെങ്കിലും നല്ല രീതിയിൽ അവരെ സ്നേഹിക്കണം. അതെ, അവരെ ബഹുമാനിക്കണം. കാരണം ആ ഒരു പിഞ്ചു പൈതലിൻ്റെ ആ ഒരു വേദന എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അത്രക്കും വേദനിക്കുന്ന ഹൃദയമായിരിക്കും അവരുടെ ആ കുഞ്ഞു മനസ്സ്. നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനാഥരായിരുന്നു. ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ട ആ ഒരു കുഞ്ഞ്, അത് ഉമ്മ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അല്ലേ. ചരിത്രങ്ങൾ നമ്മളൊക്കെ പഠിച്ചതാണ്. അതൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല. ഞാനിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് ഉമ്മയുണ്ടോ, ഉമ്മയെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. നല്ല രീതിയിൽ അവരെ സന്തോഷിപ്പിക്കുക, അവരെ നല്ല രീതിയിൽ നമ്മൾ നോക്കുക. അതെ, അതാണ് വേണ്ടത്. ഉമ്മ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്താ അവരെ സന്തോഷിപ്പിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ. ഒന്നും കഴിയില്ലെങ്കിലും അവരടുത്തിരുന്ന് പോയി സംസാരിക്കുക, അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുക. അത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. എന്നാലും എൻ്റെ കുട്ടീൻ്റെ അടുത്തേക്ക് വന്നില്ലല്ലോ എന്നൊരു വാക്ക് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് വരാൻ പാടില്ല. ഉള്ളവരൊക്കെ മക്കളെ ഉമ്മമാരെ പോയി സന്തോഷിപ്പിച്ചോളി. ഇല്ലാത്തവർ ദുആ ചെയ്തോളി. പറഞ്ഞിട്ട് കാര്യമില്ല, നഷ്ടപ്പെട്ടത്. അതെ, അവർ ഭാഗ്യമുള്ളവരാണ് ഉമ്മമാരുള്ളവർ. മൂസാ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഞാൻ ഒരു വട്ടം പറഞ്ഞിരുന്നു, ഒന്നുകൂടെ പറയാം. ഹേ മൂസ, മാതാവ് മരണപ്പെട്ടിരിക്കുന്നു കേട്ടോ. അതെ, ഏതോ ഒരു പാറയിടുക്കിലൂടെ കരിങ്കലിൻ്റെ ഇടവിലൂടെയൊക്കെ നമ്മളെ മൂസാ നബി ഇങ്ങനെ നടക്കുകയാണ്. നടക്കുന്ന സമയത്ത് കാലെങ്ങാനൊന്നും തെന്നി വീണ് കഴിഞ്ഞാൽ താഴെ എത്തും. അതാണ് അവസ്ഥ. അപ്പോഴാണ് അള്ളാഹു ഓർമ്മിപ്പിച്ചത്, ഹേ മൂസ, അള്ളാഹ് പറയാണ്, ഉമ്മയില്ലട്ടോ, ഉമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കരങ്ങളില്ലട്ടോ എന്ന്. അതെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ ഉമ്മമാരുണ്ടാകുമ്പോൾ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. അത് നമ്മളൊരിക്കലും നഷ്ടപ്പെടുത്തരുത് മക്കളെ. അവരുള്ള കാലം നമുക്ക് സ്വർഗമാണ്. അത് നഷ്ടപ്പെട്ടാലേ വേദന അറിയൂ. എന്നാൽ ഇതെല്ലാം കേട്ടുകണ്ടിരിക്കുന്ന ഷമ്മാസും നവാസും, അതെ, അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയെ അവർക്ക് അതെ ഒന്ന് വാരി പുണരണം എന്ന് തോന്നി. എന്നാൽ നവാസിൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമായിരുന്നു. കാരണം എൻ്റെ ഭാര്യയുടെ ഉമ്മ വന്ന് എൻ്റെ ഉമ്മയെ ചീത്ത പറഞ്ഞ രംഗം, റബ്ബേ, എൻ്റെ ഉമ്മയെ ഒരിക്കൽ പോലും വേദനിപ്പിക്കുന്നത് ഇഷ്ടമല്ല. എൻ്റെ ഉമ്മയെ അത്രയ്ക്ക് അവർ പറഞ്ഞത്, അത് നവാസിന് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു. എൻ്റെ ഉമ്മയെ ചീത്ത പറഞ്ഞ ഫാമിലി, എൻ്റെ ഉമ്മയെ ഇഷ്ടമില്ലാത്ത അനാവശ്യം പറയുന്ന ആളുകളെ എനിക്കെന്തിനാ റബ്ബേ, എനിക്കെന്തിനാ. എനിക്ക് നവാസ് വിതുമ്പി കരയുകയായിരുന്നു ആ സദസ്സിൽ. എന്നാൽ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമീറ മക്കളെ അതാ ചേർത്ത് പിടിക്കുന്നു കരഞ്ഞുകൊണ്ട്. മക്കളെ, നിങ്ങൾക്ക് ഈ ഉമ്മച്ചി ഉണ്ട് കേട്ടോ. ഉമ്മച്ചി ഉള്ളിടത്തോളം കാലങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഈ ഉമ്മച്ചി ഉണ്ട് കേട്ടോ. ആ 3 മക്കളെയും സ്നേഹത്തോടെ അവൾ ചേർത്ത് പിടിക്കുമ്പോൾ അവൾ കരയുന്നത് കണ്ട മക്കൾ അവളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഉമ്മച്ചി എന്തിനു കരയുന്നത്? ഐഷുവിൻ്റെ ആ ഒരു ചോദ്യം, അത് വല്ലാത്തൊരു ചോദ്യമാണ്. ഐഷു, എൻ്റെ കുട്ടിക്ക് ഉമ്മച്ചി ഉണ്ട് കേട്ടോ, ഇവിടെ എൻ്റെ 3 മക്കൾക്കും ഉണ്ട് കേട്ടോ. സമീറ സ്നേഹത്തോടെ അത് പറയുകയാണ്. ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ട് എല്ലാവരും കരയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാറുള്ള മറ്റൊന്നുമല്ല, നമ്മൾ ഉമ്മമാരെ വിളിക്കണം. ഇനി ദൂരെയാണെങ്കിലും ഉമ്മയെ വിളിച്ച് സംസാരിക്കുക. എപ്പോഴാണ് അള്ളാഹു നമ്മളെ അടുത്തുനിന്ന് കൊണ്ടുപോകുക പറയാൻ പറ്റില്ല. പിന്നെ ഒരു ഖേദമാകാൻ പാടില്ല. പ്രിയപ്പെട്ട എൻ്റെ മക്കളോടും മരുമക്കളോടായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഉമ്മമാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോകണം. എന്നും ഭർത്താവ് മക്കളെന്ന് പറഞ്ഞ് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭർത്താവിൻ്റെ വീട്ടിൽ കഷ്ടപ്പെടും. അത് പോകാൻ ഒഴിവാണ്ടേ. എന്നും കുട്ടികൾക്ക് സ്കൂളും മദ്രസും ക്ലാസ്സും പുതിയാപ്പിളക്ക് പണി എല്ലാം കൂടിയല്ലേ. അതുകൊണ്ട് ഉമ്മാൻ്റെ അടുത്തേക്കൊന്നും പോകാൻ ഒഴിവ് കിട്ടല്ലേ, ഒഴിവ് വേണ്ടേ. അതെ, ഒരു ഉമ്മയുടെ കഥ നമ്മൾ കേട്ടതാണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതൊരിക്കൽ കൂടി ഞാൻ പറയാണ്. നമ്മൾ ഉമ്മമാരുള്ള കാലം നമ്മളെല്ലാവരും നല്ല രീതിയിൽ സ്നേഹിക്കണം കേട്ടോ മക്കളെ. പെട്ടെന്ന് വിളിച്ചാൽ ഒരു ഖേദമാവരുത് ഒരിക്കലും. അന്ന് ഷംനയെ ഉമ്മ വിളിച്ചു. മോളെ ഷംന. ആ എന്തോ ഉമ്മ? ഉമ്മാൻ്റെ കുട്ടി ഒന്ന് വന്നാണേ, ഉമ്മാൻ്റെ കുട്ടി ഒന്ന് പോരി, കുട്ടികളൊക്കെ കൂട്ടി ഒന്ന് പോന്നാളി.
എൻ്റെ പൊന്നാരുമ്മ കുട്ടികൾക്ക് എക്സാമാണ്. ഞാനെങ്ങനെ ഓലക്ക് പിന്നെ ഇക്കാക്കെന്ന് വെച്ചാൽ രാവിലെ പണിക്ക് പോയി വൈകുന്നേരം വരുമ്പോഴേക്കും വീട്ടിലത്തെ പണിയും കാര്യങ്ങളും എല്ലാം കൂടി ഉമ്മ അത് കഴിയൂലമ്മ പോയി വരാനൊന്നും. മോളെ ഉമ്മാൻ്റെ കുട്ടീനെ കാണാൻ എനിക്ക് പൂതിയായിട്ടുണ്ടടി. ഉമ്മാൻ്റെ കുട്ടി ഒന്ന് വന്നാളി വരുമോ? ആ ഉമ്മ വിതുമ്പുന്നുണ്ടായിരുന്നു. എൻ്റെ ഉമ്മ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയില്ല. ഈ മക്കൾക്ക് ക്ലാസ്സും ഇക്കാക്കാൻ്റെ പണിയും എല്ലാം കൂടി ആയിട്ട് ഞാനേ ഓല പരീക്ഷ എന്നൊക്കെ കഴിഞ്ഞിട്ട് വരാം. അല്ലാതെ ഇപ്പോൾ പിടിച്ച് വരാൻ നിന്നാലേ നടക്കൂല. ഉമ്മാൻ്റെ കുട്ടിക്ക് വരാൻ പറ്റൂലേ? വീണ്ടും ആ ഉമ്മ വിതുമ്പിക്കൊണ്ട് ചോദിക്കുന്നു. ഇല്ല, ഷംന പോയില്ല, പരീക്ഷ കഴിയട്ടെ എന്നിട്ട് അന്ന് പോയി തരാം. അതേ ഇക്ക. ഭർത്താവ് വന്നപ്പോൾ അവൾ പറഞ്ഞു, ഉമ്മ ഒന്ന് വിളിച്ചീനോ? ഇനി പരീക്ഷയുണ്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞു. അല്ലപ്പോഴും ഒഴിവാണ്ടേ? പരീക്ഷയുണ്ട് പോയിക്കോണ്ടി. മക്കളുടെ എക്സാം നാളെയാണ് കഴിയുന്നത്. നാളെ കഴിഞ്ഞിട്ട് ഒന്ന് പോകാം. പെട്ടെന്ന് ആങ്ങളിയുടെ ഫോൺ കോൾ. ഇത്താത്താ. എന്തേ? ഇങ്ങളൊന്ന് വരി പെട്ടെന്ന്. അത് ഉമ്മാക്കും അത്ര സുഖമല്ല. എൻ്റെ പൊന്നാര കുട്ടിയെ നാളെയും കൂടി ഉണ്ട് പരീക്ഷ, അതും കൂടി കഴിയട്ടെ എന്നിട്ട് വരണ്ടേ. അല്ല താത്ത, നിങ്ങളൊന്ന് വന്ന് പോയിക്കോളി. എന്നാലും വേണ്ടില്ല, ഒന്ന് വന്നാളി. ഉമ്മാക്ക് സുഖമില്ലായിട്ടാണ്. എൻ്റെ റബ്ബേ. അവൾ പെട്ടെന്ന് മക്കളെയെല്ലാം വാരി വലിച്ചെടുത്ത്, മക്കളൊന്ന് പോയി തരാ വരി എന്ന് പറഞ്ഞ് മക്കളെയും കൊണ്ട് ഒരു ഓട്ടോറിക്ഷയും വിളിച്ച് നേരെ വീട്ടിലേക്ക്. ആകെ ഒരു 10-15 മിനിറ്റ് ദൂരേ ഉള്ളൂ. പക്ഷേ പോവാറില്ല. എന്നാൽ വീട്ടിലേക്ക് ചെന്നപ്പോഴുള്ള ആ ഒരു അവസ്ഥ, അവിടെ ഒരു ആൾക്കൂട്ടം. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അതാ ആൾക്കൂട്ടത്തിനിടയിൽ വെള്ള പുതച്ച് കിടക്കുന്നു. ഒരു നിമിഷം ഷംനയുടെ സമനില തെറ്റി. ഉമ്മ എന്ന് പറഞ്ഞ് അപ്പോഴേക്കും ആരോ ആ കഫൻ പുടവ മുഖത്ത് നിന്ന് മാറ്റിക്കൊടുത്തിരുന്നു. എന്നാൽ ആ മയ്യത്തിൻ്റെ മുകളിലേക്ക് അവൾ കരഞ്ഞുകൊണ്ട് വീഴായിരുന്നു. ഉമ്മ, എൻ്റെ ഉമ്മ, ഉമ്മ, എൻ്റെ ഉമ്മ. അപ്പോഴേക്കും ആരൊക്കെ പിടിച്ചു വലിച്ച് അവളെ റൂമിലേക്ക് കൊണ്ടുപോയി. അതെ, ഉമ്മ അവസാനത്തെ വിളിയായിരുന്നു വിളിച്ചിരുന്നത്. പൊന്നും മോളെ, ഉമ്മാൻ്റെ കുട്ടി ഒന്ന് വരുമോ? മക്കളെ എല്ലാവരെയും, അതെ നൊന്ത് പ്രസവിച്ച മക്കളെ എല്ലാവരെയും, പോറ്റി വളർത്തിയ എല്ലാ മക്കളെയും ഒരുമിച്ച് കാണണമെന്നുള്ള ഉമ്മയുടെ അതിയായ ആഗ്രഹം കൊണ്ടാണ് എല്ലാ മക്കളെയും വിളിച്ചത്. എന്നാൽ എല്ലാ പെൺമക്കൾക്കും ഓരോ തിരക്കുകളായിരുന്നു. അവർക്ക് അവരുടെ മക്കളുടെ പരീക്ഷ, ഭർത്താവിൻ്റെ ജോലി, അങ്ങനെ പലരും പല തിരക്കുള്ളവർ. എന്നാൽ മരിച്ചു എന്ന് കേട്ടപ്പോൾ എല്ലാവരും ഓടിപ്പാഞ്ഞെത്തി കിട്ടിയ വണ്ടിയും പിടിച്ച്. അപ്പോൾ ആർക്കും തിരക്കുണ്ടായില്ല. പക്ഷേ ഉമ്മയുടെ ആ ഒരു ചിരിക്കുന്ന മുഖം, സംസാരിക്കുന്ന ഉമ്മയെ കാണാൻ കഴിഞ്ഞില്ല ആർക്കും. എല്ലാവർക്കും കാണാൻ കഴിഞ്ഞത് ഉമ്മയുടെ ചലനമറ്റ് കിടക്കുന്ന ആ ഒരു ശരീരമാണ്. മക്കളെ, എന്തുണ്ട് കാര്യം? അതുകൊണ്ട് വല്ല കാര്യം ഉണ്ടായില്ല. മാതാപിതാക്കൾ വിളിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് പോവുക വരിക, അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വലിയൊരു നഷ്ടം തന്നെയാണ്. എന്നാൽ പിന്നെ 10-14 ദിവസത്തോളം ആ പെൺമക്കളാരും അവിടം വിട്ടു പോയില്ല. അപ്പം എന്താ, ഉമ്മയുടെ 3 കഴിയട്ടെ, ഉമ്മയുടെ 7-14. ഉമ്മയില്ലാത്ത വീട്ടിൽ അത്രയും ദിവസം എന്തിനാ വെറുതെ നിൽക്കുന്നത്? ഉമ്മ ജീവനുള്ള കാലത്ത് നിന്നിരുന്നെങ്കിൽ ഉമ്മയൊന്ന് കാണാമായിരുന്നു. ഇതിപ്പോൾ ഉമ്മയുടെ കാലം കഴിഞ്ഞു, ഉമ്മ മരണപ്പെട്ടു, ഖബറിൽ കൊണ്ടുപോയി വെച്ചു. ഉമ്മയില്ലാത്ത ആ വീട്ടിൽ നിന്നിട്ട് എന്ത് കാര്യം? അതിനു മുമ്പ് നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകുമ്പോഴേ അവരൊന്ന് കാണുക, ഇടയ്ക്കിടയ്ക്കൊന്ന് പോവുക, കാണുക, സംസാരിക്കുക. അതുതന്നെയാണ് മക്കളെ ഏറ്റവും വലിയത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള, ഉമ്മമാരുള്ള കാലം അത് നിങ്ങൾക്ക് സ്വർഗ്ഗമുള്ള കാലം, സ്വർഗീയ കാലമാണ്. അവർ നഷ്ടപ്പെട്ടാൽ അറിയാം അതിൻ്റെ വേദന. കണ്ണുണ്ടാകുമ്പോഴേ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരും ഇന്നു മുതൽ ഉമ്മമാരെ സന്ദർശിക്കണം. അതെ, കെട്ടിച്ച് വിട്ട് എത്ര തിരക്കുള്ള മക്കളാണെങ്കിലും, മക്കളുടെ എക്സാം ആണെങ്കിലും, ഭർത്താവിന് എത്ര വലിയ ജോലിയാണെങ്കിലും പറയണം, എനിക്ക് എൻ്റെ മാതാപിതാക്കളൊന്ന് കാണണം, എനിക്ക് കാണണം. അതെ, എന്തൊക്കെ തന്നെയായാലും എനിക്ക് കാണണം. ഒന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഒന്ന് പോവുക വരിക, അവരെ സന്തോഷിപ്പിക്കുക. ഇപ്പോൾ ആ ഉമ്മാക്ക് എന്തായി?
മക്കളെ കാണാനും കഴിഞ്ഞില്ല, കൊതിച്ചു പോയി. ഒന്ന് വരുമോ മോളെ എന്നുള്ള ആ വിളിയിലെല്ലാം അടങ്ങിയിരിക്കുന്നു. അത്രക്കും ആ പൊന്നുമോളെ കാണുവാനുള്ള ആ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ കണ്ടില്ലല്ലോ, മരിക്കണതിന് മുമ്പ് കണ്ടില്ല അല്ലേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മാതാപിതാക്കളുള്ള കാലം അവരെ സന്തോഷിപ്പിക്കാൻ നോക്കുക. അവരെ ദുഃഖിപ്പിക്കാതെ വിഷമിപ്പിക്കാതെ അവരോട് തർക്കുത്തരം പറയാതെ അവരെ നല്ല രീതിയിൽ നോക്കുക. എന്നാൽ നമുക്ക് സ്വർഗം അള്ളാഹു നൽകും. അത് ഉമ്മയുടെ കാൽപ്പാടിലാണ് സ്വർഗമെന്നല്ലേ നമ്മൾ പഠിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഉമ്മമാരുള്ളവരും അതെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോകുക, സംസാരിക്കുക, അവരുടെ കൂടെ അല്പസമയം ചിലവഴിക്കുക. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം നമ്മെ തേടിയെത്തും. അതെ, അതാണ്. ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ട് ആ സദസ്സിലുള്ളവർ കരഞ്ഞുപോയി. അതെ, പലർക്കും ഉമ്മയുണ്ട്, പക്ഷേ എത്രയോ മാസങ്ങളായി കണ്ടിട്ട് പോകാൻ ഒഴിവില്ല, ഉമ്മയെ കാണാൻ ഒഴിവില്ല എന്നുള്ള രീതിയിൽ എല്ലാവരും നിൽക്കുകയാണ്. ഇത് കേട്ടപ്പോൾ എല്ലാവരുടെയും മനസ്സൊന്നിളകി. അതേ, ഉമ്മയെ ഒന്ന് കാണാൻ പോകണം. പെട്ടെന്നെങ്ങാനും മരണപ്പെട്ടു എന്നുള്ള വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലാ, നഷ്ടപ്പെട്ടല്ലോ എൻ്റെ സ്വർഗം എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. അതെ, നമുക്ക് അതെ, എൻ്റെ ഉമ്മാനെ ഞാൻ നോക്കിയല്ലോ, ഉമ്മാനെ ഞാൻ കാണാൻ പോയല്ലോ, എൻ്റെ അടുത്തു നിന്നാണല്ലോ ഉമ്മ മരണപ്പെട്ടത് എന്നുള്ള സന്തോഷമാണ് നമുക്ക് വേണ്ടത്. അതെ, ഉമ്മയുള്ളിടം സ്വർഗമാണ്. കഴിയുന്നത് നമ്മൾ ഉമ്മയെ ചേർത്ത് പിടിക്കുക, ഉമ്മയെ കൂടെ താമസിപ്പിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതെ, ആ മക്കൾക്ക് സ്വർഗമാണ്. ഇൻഷാ അല്ലാ, ഇന്നത്തെ വിഷയം ഉമ്മ ആയതുകൊണ്ട് ഉമ്മമാരോട് എന്തെങ്കിലുമൊക്കെ പിണങ്ങി നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഉമ്മയെ കാണാൻ പോകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകുക. അതെ, അവരെ സന്തോഷിപ്പിക്കുക, ചെറിയ സമ്മാനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക. അതൊക്കെ അവർക്ക് സന്തോഷമാണ് കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ തന്നെയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഉസ്താദിൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് പോയപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഉമ്മയായിരുന്നു. അതെ, പലരുടെയും ഉമ്മമാരുടെ അരികിലേക്കായിരുന്നു അന്ന് എല്ലാവരും പോയിരുന്നത്. എന്നാൽ ഷമ്മാസും നവാസും നേരെ ഉമ്മയുടെ അരികിലേക്കെത്തി. നേരെ ഉമ്മ, അത് ഉമ്മയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു. ഷമ്മാസ് ഉമ്മയുടെ അരികിലെത്തി. എൻ്റെ ഉമ്മ, നിങ്ങളെൻ്റെ സ്വർഗ്ഗമാണല്ലോ. നവാസും അപ്പോഴേക്കും എത്തി. എന്നാൽ ഈ സമയം ഉസ്താദിൻ്റെ ലൈവ് അതാ നമ്മുടെ ഫൈസലും കേൾക്കുന്നുണ്ടായിരുന്നു. ഫൈസലിന് അവിടെ നിക്കപ്പുറതി ഇല്ലാതായി. എൻ്റെ ഉമ്മയായിട്ട് എത്ര മാസമായി. അതെ, ഉമ്മയെ കാണണം, ഉമ്മയെ കാണണം. ഉമ്മയുടെ ആഗ്രഹമാണ് ഞാൻ മുന്താസിനെ കല്യാണം കഴിക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാ ഉമ്മയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. അതെ, നിക്കാഹിന് വേണ്ടിയിട്ട്. ആ നിമിഷം തന്നെ അതാ ഫൈസൽ ഉമ്മയെ വിളിക്കുന്നു. ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു. അവർ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഉമ്മ, ആരാ? ഇത് മോനെ ഫൈസലിൻ്റെ നമ്പറാണല്ലോ. ഹലോ മോനെ. ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മ, എന്നെൻ്റെ ഉമ്മ ഇങ്ങോട്ട് വരുന്നത്? എനിക്ക് നിങ്ങളെ കാണണം. അത് ഫൈസലിൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചിട്ടുണ്ട്. ശരിക്കും നവാസും ഷമ്മാസും ഞെട്ടിപ്പോയി. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് വെറുതെ അല്ല, ഉസ്താദിൻ്റെ ലൈവ് പ്രഭാഷണം കേട്ടിട്ടുണ്ട്. ഉമ്മ, ഞാൻ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കട്ടെ? വിസയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉമ്മ, നിങ്ങൾ പറയ്. മോനെ, അത് അല്ല മോനെ, മുന്താസിൻ്റേത് എന്തായി? ഉമ്മ, അതെ, എൻ്റെ ഉമ്മാൻ്റെ ഇഷ്ടം അതാണ്, മുന്താസിന് ഞാൻ നിക്കാഹ് കഴിക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാ അതുമ്മ പെട്ടെന്ന് നടത്തണമെങ്കിൽ എൻ്റെ ഉമ്മ വരി ഇങ്ങോട്ട്. അതെ, ഉമ്മയുടെ സ്നേഹം ലഭിക്കുക, ഉമ്മയെ കാണുക എന്നുള്ള നിയത്ത് മാത്രമായിരുന്നു അപ്പോൾ ഫൈസലിനുണ്ടായിരുന്നത്. ഒരു നിമിഷം ഷമ്മാസും നവാസും മുഖത്തോട് മുഖം നോക്കി. അതെ, ഫൈസൽ ഉമ്മയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ സ്വർഗം നഷ്ടപ്പെടുമല്ലോ നവാസ് കാ എന്ന് പറഞ്ഞുകൊണ്ട് ഷമ്മാസും. എന്നാൽ ഉമ്മ പറഞ്ഞു, മക്കളെ ഞമ്മക്ക് എല്ലാവർക്കും ആണ് പോവുക. എന്തേ? ഒരു നിമിഷം എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് സന്തോഷം. അതെ, ഗൾഫിലേക്ക് എല്ലാവരും പോകുവാൻ തയ്യാറാവുകയാണ്. എല്ലാവരുടെയും മനസ്സിൽ അതായിരുന്നു ആഗ്രഹം. എന്നാലും ഉസ്താദ് അങ്ങനൊരു പ്രഭാഷണം ഇന്ന് നടത്തിയത് കൊണ്ട് തന്നെ ഫൈസൽ വേഗം തന്നെ നിക്കാഹിന് സമ്മതിച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും അവിടെ മനസ്സിലാവുകയാണ്.
എന്നാൽ മനസ്സിനുള്ളിൽ എല്ലാവർക്കും സന്തോഷമായി. അതെ, എല്ലാവരും നിക്കാഹിന് വേണ്ടി പുറപ്പെടണം. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇനി നടത്തേണ്ടത്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.